ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു. കുറച്ചധികം ദിവസങ്ങളായി. കപ്പ് കിട്ടിയ അനുമോളുടെ എന്താ പറയുക, വർക്കൊക്കെ ആയിട്ട് ഫുൾ ടൈം ബിസി ആയിട്ട് നടക്കുന്നു. നമ്മളെ ഈ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ട് കുറച്ചധികം എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് അനുമോൾക്കെതിരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളുടെ ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. PR കൊണ്ടിട്ടാണ് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറേ ഇൻ്റർവ്യൂസ് ഇങ്ങനെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂസിൽ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ലൈവ് കണ്ട ഒരാളാണ്, അതുപോലെ തന്നെ എപ്പിസോഡ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇതെൻ്റെ അനിയത്തി നീഷ്മ. അവളും ലൈവ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. നമുക്ക് അവളോടും കൂടി അഭിപ്രായം ചോദിക്കാം, ഇവർ പറയുന്നതിലെ വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളത്. മാളു, എന്തൊക്കെയാണ് നിനക്ക് ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ? സത്യം പറയും, ഇന്റർവ്യൂ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ ഇമോഷൻ നമുക്ക് സംഭവിക്കുന്നത്. കാരണം എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാവരും പറയുന്ന പല ഇന്റർവ്യൂവിലും പറയുന്നത് ഒരേ വാചകങ്ങൾ തന്നെയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്താണ് ഇവർ അടുത്തത് പറയാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഒരാളുടെ ഇന്റർവ്യൂ കണ്ടാൽ എല്ലാവരുടെയും ഇന്റർവ്യൂ കണ്ടതിന് തുല്യമാണ്. ഒരാളും വ്യത്യസ്തമായിട്ടൊരു പോയിന്റ് അവിടെ പറയുന്നതേ ഇല്ല. എല്ലാവരും പറയുന്നത് അനു PR കൊടുത്തിട്ടാണ് കപ്പ് കൊണ്ടുപോയിരിക്കുന്നത്, കണ്ടന്റ് കൊടുത്തിട്ടില്ല, അനു ഫേക്കാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, PR അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് ആർക്കും കപ്പ് കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ലൈവ് കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, വെറുതെ PR കൊടുത്തതുകൊണ്ടോ കാശ് കൊടുത്തതുകൊണ്ടോ അല്ല, കണ്ടന്റ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു ആളവിടെ ഫോക്കസ് ആവുന്നത്. പുറം ലോകത്തേക്ക് അത് ഫോക്കസ് ആവുന്നത് കണ്ടന്റിന്റെ ബേസിലായിരിക്കും. അത് ആർക്കും മനസ്സിലാവും. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും കപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് എത്തിയില്ല, എന്തുകൊണ്ട് അവർ നെഗറ്റീവായി? ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. അനു PR കൊടുത്തു, ജയിച്ചു. അനുവിന് കണ്ടന്റ് ഇല്ല. അനു എന്ത് കണ്ടന്റ് അവിടെ കൊടുക്കാത്തെ? അനു കൊടുക്കാത്ത കണ്ടന്റിന്റെ കണക്കെടുക്കുന്നതായിരിക്കും ഉചിതം. കൊടുത്ത കണ്ടന്റിന്റെ കണക്കെടുത്താൽ വിരലിൽ എണ്ണാൻ ഒതുങ്ങത്തില്ല. അത്രയും കണ്ടന്റ് അനു കൊടുത്തിട്ടുണ്ട്. ഇവര് കൊടുത്ത കണ്ടന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്നത് പോലും ഇല്ല. അനുവിന്റെ പ്ലാച്ചി കൊടുത്ത അത്രയും കണ്ടന്റ് പോലും എവിക്റ്റ് ആയി പോയിട്ടുള്ള ഒരാളും കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 24x7 കണ്ടതാണ്, അതുപോലെ എപ്പിസോഡും കാണുന്നതാണ്, ഡെയിലി കണ്ടുകൊണ്ടിരുന്നതാണ്. 24/7 കണ്ട ഒരാളും പറയില്ല എപ്പിസോഡ് കണ്ടിട്ട് ആർക്കും ആരെയും വിലയിരുത്താനും സാധിക്കത്തില്ല. എപ്പിസോഡെല്ലാം കട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷേ 24 കണ്ട ഒരാളും പറയില്ല അനു കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അനു ആയിരുന്നു ബിഗ് ബോസ് സീസൺ 7 A to Z കണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തി എന്ന് ഞാൻ പറയും. സെക്കൻഡ് അനീഷാണെന്ന് പറയാം. അനീഷാണ് എനിക്ക് ആദ്യമൊക്കെ നല്ല കാര്യമൊക്കെ ആയിരുന്നു, പക്ഷെ ആള് എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്ലിപ്പ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് ഫേക്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ സിൻസിയർ ആയിട്ട് കാണുന്നത് പോലെ ഷാനവാസിക്ക അനീഷേട്ടൻ സിൻസിയർ ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ശാരിക, അതുപോലെ തന്നെ ബിൻസിയൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അനു കാരണം കുറേ പേരുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്തു. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ മാളു. ഇപ്പോൾ അനുവിന് PR ഉണ്ടെന്ന് പറയുന്നു. അനു ഗെയിം കളിക്കുന്നതിൻ്റെ അകത്താണ്. അനു അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പുറം ലോകവുമായിട്ട് എത്തിക്കുന്നത്. ഇപ്പൊ അനു അപ്പാനി ശരത്തിന്റെയും അതുപോലെ തന്നെ ബിൻസിയുടെയും കാര്യം പറയാനാണ് ബിൻസിക്ക് അനുവിനോട് ദേഷ്യം. പക്ഷേ 24x7 കണ്ട നമ്മൾക്കറിയാം, ലൈവും കണ്ടു അതുപോലെ തന്നെ എപ്പിസോഡ് കണ്ട നമുക്കറിയാം, അനു മാത്രമല്ല ഈ ഒരു കാര്യം പറഞ്ഞത്. അവിടെ ഇന്ന് ബിൻസി ചേർത്ത് പിടിക്കുന്ന പല ആൾക്കാരും വളരെ മോശമായിട്ടും അല്ലാതെയും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അനുവിനോട് മാത്രം ബിൻസിക്ക് ദേഷ്യം? അല്ലെങ്കിൽ അനുവിനോട് മാത്രം എന്താണ് ബിൻസി ആ ഒരു ആറ്റിറ്റ്യൂഡും അനു അല്ലാതെ അനുവിൻ്റെ ഒപ്പം നിന്നവരെയും അല്ലെങ്കിൽ അനുവിനെ മാറ്റി നിർത്തി ഈ കാര്യം സംസാരിച്ചവരെയും എന്തുകൊണ്ടായിരിക്കും ചേർത്ത് പിടിക്കുന്നത്? ഡബിൾ സ്റ്റാൻഡ് ബിൻസി എടുക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? കാരണം ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, ബിൻസിക്ക് അറിയാം അനുമോളൊരു നല്ല പ്ലെയർ ആണെന്നും അനു ഓൾറെഡി ബിഗ് ബോസ് സീസൺ 7 ഫൈനൽ ടോപ്പ് 5 എത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കുമെന്നും ബിൻസിക്ക് നല്ല അവിടെ ഉള്ള എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. നല്ല നല്ല കുട്ടിയാണെന്നും നല്ല ഗെയിം കളിക്കുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അപ്പാനി ശരത്തിന്റെ കൂടെ ബിൻസി കാണിച്ചു, അല്ലെങ്കിൽ ബിൻസി എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ഓവർ ആക്കി എന്ന് പറയുന്നത് അനുമോളല്ല പറയുന്നത്. അനുമോള് പറയുന്ന സ്ഥലത്ത് ആദിലുണ്ടായിരുന്നു, ശൈത്യ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അത് ഷാനവാസിക്കായിട്ട് സംസാരിക്കുന്നതൊക്കെ ലൈവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ബിൻസി ഇപ്പൊ കാണിക്കുന്ന പ്രഹസനം എന്തിനാണെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. അത് ആ വീടിനുള്ളിലും ചുരുക്കം ചിലരുടെ ഇടയിലും മാത്രം ഒതുങ്ങി നിന്നൊരു
സാധനമായിരുന്നു, ഒരു കാര്യമായിരുന്നു. ഇപ്പൊ പുറത്തു പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ബിൻസി ആയിട്ട് തന്നെ ബിൻസിയുടെ കുഴു തോണ്ടിയതുപോലെ എല്ലാവരുടെ അടുത്തും പോയി പറയുകയും അത് ഭയങ്കര വലിയ വിവാദമായിട്ട് ബിൻസിക്ക് അത് നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഒരു കൂട്ടൊക്കെ ആകാം, പക്ഷെ എന്നിരുന്നാൽ പോലും കയ്യിൽ പിടിക്കുന്നതും വസ്ത്രധാരണം അതൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് പറയടി കുറച്ച് അറ്റാച്ച്മെന്റ് കുറച്ചോട്ടോ, നെഗറ്റീവ് അടിച്ചാലോ, പുറത്തുനിന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേ അനു പറഞ്ഞോളൂ. അനു നല്ലൊരു കുട്ടി അപ്പാൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാരണമാണ് നല്ലൊരു കുട്ടി ഔട്ടായെന്ന് പറഞ്ഞു. നല്ലൊരു കുട്ടി എന്ന് വരെയും അവളൊരു വാക്ക് അവിടെ പറഞ്ഞു. അതുപോലും മിൻസി കണ്ടില്ല, കേട്ടില്ല എന്നുള്ളതാണ്. അവളുടെ സുഹൃത്തുക്കളെ എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരു കുട്ടിയാണെന്ന് ആ ഒരു വാക്കിൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതൊന്നും ഈ പറയുന്ന ആരും പറയുന്നില്ല. അനുവിന്റെ ക്വാളിറ്റീസ് ആരും പറയുന്നില്ല. അനുവിന്റെ നെഗറ്റീവ് ആണ് എല്ലാവരും പറയാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണെന്നും നമുക്കറിയില്ല. അത് എന്തിനാണ് എന്നുള്ളതിനുള്ളൊരു വ്യക്തമായിട്ടൊരു ഉത്തരം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അനു ജയിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അനു ആണ് വിന്നർ എന്നുള്ളത് ഏകദേശം ഈ പറയുന്ന റീ എൻട്രിക്ക് മുന്നായിട്ട് ഇവർക്ക് അറിയാം. ഇവർ അതിന് മുന്നേ തന്നെ എടുത്തൊരു പ്ലാനാണ് അനുവിനെ തകർക്കാൻ. കാരണം അനീഷ് അനുവിന് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ജനങ്ങളിലോട്ട് അനു നെഗറ്റീവും അനീഷ് കുറച്ചും കൂടി വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇവർ ആ മോർണിംഗ് ടാസ്കിനകത്ത് ബദ്ധശത്രുവും അതുപോലെ കണ്ണെടുത്താൽ കണ്ടില്ല എന്ന് പറയുന്ന അനീഷിനെ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതൽ പേര് ആ പേര് ഉച്ചരിച്ചത്. അവിടെ അനു എന്ന് പറയുന്ന ആളെ എല്ലാവരും കൂടി താഴ്ത്തിക്കെട്ടുന്നത് അവരുടെ ഇഷ്ടം. പക്ഷേ അത്രയും നാള് ശത്രുവായിട്ടും ഒരു ഗെയിം കളിച്ച് നിങ്ങൾ ഈ എന്താ പറയുക അത്രയും ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ ആളെയാണ് എല്ലാവരും ചേർത്ത് പിടിച്ചത്. അതിനൊക്കെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അനുവിനെ താഴ്ത്തിക്കെട്ടുക, മറിച്ച് കപ്പ് അനീഷിലോട്ട് എത്തിക്കുക. അതിനുള്ളൊരു തന്ത്രമായിരുന്നു. കാരണം ഇവരൊന്നും എപ്പിസോഡ് കണ്ടു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ലൈവ് ഓൾമോസ്റ്റ് ആർക്കും കാണാൻ പറ്റില്ല. ഇനി വല്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കുള്ളൂ ലൈവ് കാണാൻ പറ്റുക. എപ്പിസോഡ് പോലും കാണാതെയാണ് ഇവർ ഈ കിടന്ന് വന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്. ഇവർ പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്, ഞങ്ങൾ തിരക്കിലായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ഇത് കാണാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല, സങ്കടമായിരുന്നു എന്നൊക്കെ. ഈ സങ്കടവും ഇതും ഒക്കെ കൊണ്ട് ഇവരിത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വ്യക്തത അവിടെ വന്നിട്ടില്ല. ആ വ്യക്തത വരാതെ ആരോ കൊട്ടിന് താളം പിടിച്ച് കൊട്ടുകയാണ് ബിൻസിയും അതുപോലെ തന്നെ ഈ പറയുന്ന ശാരികയൊക്കെ. ശാരികയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ശാരിക പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു. കാര്യം വേറൊന്നുമല്ല, ശാരിക പറയാണ് അനുവിന് ഒരു ക്വാളിറ്റി ഇല്ല, അനു കള്ളങ്ങൾ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, അനു വിന്നറാവാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. ബിഗ് ബോസ് സീസൺ 7 ഈ പറയുന്ന ടീമിന്റെ പരാജയമായിരുന്നു ടീം സെലക്ഷൻ. ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ് മാളു. അതെ, ഞാനിങ്ങനെ ആലോചിച്ച് പോവാണേ. നമ്മൾ തന്നെ നമ്മുടെ പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിക്കാന്ന് പറയില്ലേ, അതായത് അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇവര്. പുറത്തുള്ള ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ആ കണ്ടസ്റ്റന്റ് തന്നെ പറയാണ് ഇതിനകത്ത് അവര് അത്ര ആൾക്കാർ 26 പേരും വേസ്റ്റ് ആയിരുന്നു എന്ന്. എന്തായാലും നിനക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതെ അതെ. എന്നിട്ട് ഈ 26 പേരില് ഇവര് 25 പേരല്ലേ 24 പേരും ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പൊ 24 പേര് ഇവരോട് എന്താ ചോദിക്കേണ്ടത്? സത്യത്തിൽ അനുവിന് ചേർത്ത് നിർത്തില്ല, ഓക്കെ സമ്മതിച്ചു. മറ്റുള്ളവർ ഇവർ ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഇവർ പറയുന്നതിനെ കുറിച്ച് ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മൾ ഈ ഇന്റർവ്യൂ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവർക്ക് അകത്തും പുറത്തും എല്ലാം ഇവർ വന്നിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പേര് അനുവിൻ്റെയാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർ അനുവിനെ തന്നെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് എല്ലാവർക്കും കുറച്ച് ദിവസം കൂടി ഈ സ്ക്രീനിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കണം. ഏറി പോയാലും വേണ്ടില്ല, ഇവർക്കൊരു കാര്യം വന്നൊരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പറയണമെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ അവിടെ ഒരൊറ്റ പേര് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് അനുവിൻ്റെയാണ്. അനുമോൾ എന്ന വ്യക്തിനെ വിറ്റ് ജീവിക്കുകയാണ് ഇവരിപ്പോൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇന്റർവ്യൂ ഓടി നടന്ന് കൊടുത്തോണ്ടിരിക്കുന്നേ, അതും ലൈവും വ്ളോഗൊക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കുക. ഇപ്പൊ അവരുടെ ഫോളോവേഴ്സിന് അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ്, ആരും അവരുടെ വീഡിയോസും അവരുടെ ഇന്റർവ്യൂസും ഒന്നും കാണണ്ടെന്നുള്ളതാണ്. അവർ അതും കൊണ്ട് ജീവിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ് സ്വയം ആരെക്കൊണ്ട് എന്തിനാ കാണിക്കുന്നത്? ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഇവരെ ആൾക്കാർ ഫോളോ ചെയ്യുന്നതും ഇവരെ യൂട്യൂബിനകത്തൊക്കെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുന്ന. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഒരു പക്ഷേ
വെറുപ്പ് കൊണ്ടും നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടണേ എന്നുള്ള ആകാംക്ഷ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ പലരും ലൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത്. വേറൊന്നും കൊണ്ടിട്ടല്ല, അത്രയും ചിരിക്കാനുണ്ട് നിങ്ങളുടെ ഓരോരോ ഇൻ്റർവ്യൂ കാണുമ്പോഴും. ലൈവ് കണ്ട ഒരാൾ, സീരിയസ്ലി പറയുന്നത്, ലൈവും എപ്പിസോഡും കണ്ട ഒരാൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കില്ല.